എൻ ഡി എയുമായി ഡീൽ ആർക്കാണ്? എൽ ഡി എഫിനോ അതോ യു ഡി എഫിനോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ 1-ാം സ്ഥാനത്തായിരുന്നു. 9 നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ 2-ാം സ്ഥാനത്തും. അതായിരുന്നു 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രത്യേകതയും. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരമൊരവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല. 20 മണ്ഡലങ്ങളിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എയും യു ഡി എഫും തമ്മിലും 16 നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എയും എൽ ഡി എഫും തമ്മിലുമാണ് മത്സരം നടന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ കരുനീക്കങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുവാൻ തന്നെ കഴിയും. ഉദാഹരണത്തിന് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിച്ചോട്ടെ എന്ന് എൽ ഡി എഫ് തീരുമാനിച്ചാൽ അതിനുവേണ്ടി അവരുടെ കുറച്ച് വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് പോൾ ചെയ്യപ്പെട്ടാൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുക എന്നതിനേക്കാൾ ഉപരിയായി 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ തിരഞ്ഞെടുത്തതുപോലെ ഒരു ക്ലോസ് ഫൈറ്റ് വന്നാൽ യു ഡി എഫിൻ്റെ ഒരു സീറ്റ് എൽ ഡി എഫിന് കുറയ്ക്കുവാൻ സാധിക്കും. പാലക്കാട് നിയോജക മണ്ഡലം കുറച്ചു കാലങ്ങളായി യു ഡി എഫ് വിജയിക്കുന്ന മണ്ഡലമാണെന്നത് കണക്കിലെടുത്താൽ ഇത് വലിയൊരു നേട്ടമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച്. ഇത് ഒറ്റ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതേപോലെ തന്നെ ഇതേ സാധ്യത 19 നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിനും എൽ ഡി എഫിനും തുറന്നു കിടക്കുകയാണ്. നല്ലൊരു ക്ലോസ് ഫൈറ്റിൽ ഏതെങ്കിലും ഒരു മുന്നണി ഭരണം പിടിക്കാൻ തീരുമാനിച്ചാൽ ബി ജെ പിക്ക് കുറച്ച് സീറ്റുകൾ ഇങ്ങനെയും നേടാൻ കഴിയും. ഇനി ഇതിൽ തന്നെ വേറൊരു ട്വിസ്റ്റുണ്ട്. ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ വിജയസാധ്യത കാണുന്നിടത്ത് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയിലേക്ക് വലിയ തോതിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യാതൊരു എഫർട്ടുമില്ലാതെ തന്നെ സ്വാഭാവികമായി ഒഴുകിയെത്തും. അതിൻ്റെ നേട്ടം എൽ ഡി എഫിന് നിലവിൽ 16 നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫിന് 4 നിയോജക മണ്ഡലങ്ങളിലും ലഭിക്കും. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. പക്ഷേ 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന മുന്നണിയുടെ വീഴ്ച ഭയങ്കരമായിരിക്കും. അടുത്ത ഒരു വിഷയം 2020യുമായി ബന്ധപ്പെട്ടതാണ്. എൻ ഡി എ മുന്നണിയിലുള്ള 2020 പിടിക്കുന്ന വോട്ടുകൾ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിക്കും. 2020 വിജയിച്ചാലും പരാജയപ്പെട്ടാലും എറണാകുളം ജില്ലയിൽ യു ഡി എഫിന് വലിയ തിരിച്ചടിയായിരിക്കും 2020യുടെ ഈ സ്വാധീനം. കോട്ടയത്തും പത്തനംതിട്ടയിലും ശക്തമായ മത്സരമാണ് എൻ ഡി എ കാഴ്ചവെച്ചത്. അതിൽ തന്നെ പൂഞ്ഞാർ, പാല, തിരുവല്ല നിയോജക മണ്ഡലങ്ങളിലെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് എൻ ഡി എ പിടിക്കുന്ന വോട്ടുകളായിരിക്കും. ഒറ്റ നോട്ടത്തിൽ യു ഡി എഫിനെതിരാണ് എൻ ഡി എയുടെ പ്രസൻസ്. പക്ഷേ ഇതൊട്ട് ഉറപ്പിക്കാനും പറ്റില്ല. കാരണം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി ഏറ്റവും അധികം ഹൈന്ദവ വോട്ടുകൾ നേടുന്ന മുന്നണിയായി എൻ ഡി എ മാറിയിരുന്നു. അത്തരമൊരു മാറ്റം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. ഈ മാറ്റം തുടരുകയാണെങ്കിൽ അത് വലിയ അട്ടിമറികൾക്ക് വഴിയൊരുക്കും. എൻ ഡി എയുടെ ഈ സ്വാധീനം കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ടാക്കുമെന്നാണ് അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ അവകാശപ്പെട്ടത്. എൻ ഡി എക്ക് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ളത് യു ഡി എഫിൻ്റേതായിരുന്ന നായർ സമുദായ വോട്ടുകളിലാണ്. പക്ഷേ എൽ ഡി എഫിൻ്റെ നട്ടലായ ഈഴവ സമുദായ വോട്ടുകളിലും എൻ ഡി എ 2024 തെരഞ്ഞെടുപ്പിൽ പടർന്നു കയറി. ഈ തെരഞ്ഞെടുപ്പിൽ പ്രഡിക്ഷൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എൻ ഡി എയുടെ ഈ പ്രസൻസാണ്. 0 മുതൽ 11ഉം 12ഉം സീറ്റുകൾ വരെയാണ് പലരും അവകാശപ്പെടുന്നത്. ഇനി എൻ ഡി എ ഇത്രയധികം സീറ്റുകൾ പിടിച്ചാൽ കേരളത്തിലൊരു തൂക്കു മന്ത്രിസഭയുടെ സാധ്യതയും വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ ഒരു സീറ്റ് പോലും കിട്ടാതെ എൻ ഡി എ മുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. എൻ ഡി എയുടെ വോട്ട് എത്ര, അത് എവിടുന്ന് വരുന്നു, ആരുടെ ചോരും എന്നൊക്കെ കൃത്യമായി ഗണിക്കാൻ മുന്നണികൾക്ക് പോലും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. 2016 14.96% വോട്ടുകൾ നേടിയ എൻ ഡി എ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12.84 കൂപ്പുകുത്തി. പക്ഷേ അതുതന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 19.5% വർദ്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒരേ പാറ്റേൺ അല്ല എന്ന് മനസ്സിലാക്കിയാൽ എൻ ഡി എക്ക് വോട്ട് ചെയ്യുന്നവർ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനുമായാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ഇതേ തിരിച്ചുപോക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 15 മുതൽ 16% വരെ വോട്ടായിരിക്കും എൻ ഡി എക്ക് കിട്ടുക. തൃശ്ശൂരിൽ സംഭവിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകളിൽ കാര്യമായ ചലനം സൃഷ്ടിക്കുവാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പി സി ജോർജിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എക്ക് ലഭിച്ച വോട്ട് പരിശോധിക്കുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ച വോട്ടിൻ്റെ ഗണ്യമായ ശതമാനം വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പോൾ ചെയ്യപ്പെടാനാണ് സാധ്യത. അതിൻ്റെ പ്രധാനമായ കാരണം രണ്ട് മുന്നണിയുടെയും വോട്ട് സോഴ്സ് പ്രധാനമായും ഒരേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ് എന്നതാണ്. സ്വാഭാവികമായും അധികാരത്തിലേക്ക് എത്തുവാൻ സാധ്യതയുള്ള മുന്നണിക്ക് വോട്ട് ചെയ്യുവാനാണ് സാധാരണ വോട്ടർമാർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ എൻ ഡി എയും എൽ ഡി എഫുമായി ഡീലുണ്ടോ? അതിനൊരു സാധ്യതയും ഉണ്ടാവില്ല. കാരണം
അടുത്ത കാലത്തായുള്ള എൻ ഡി എയുടെ വളർച്ച ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തുന്നത് എൽ ഡി എഫിനെയാണ്. എൽ ഡി എഫിന് നഷ്ടപ്പെടുന്ന ഓരോ വോട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ച് അത്രയും വിലപ്പെട്ടതാണ്. ഒരിക്കലും ഡീലുണ്ടാവില്ല, പക്ഷേ ഭരണ സുരക്ഷിതത്വത്തിനായി രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം. ഇതുതന്നെയാണ് യു ഡി എഫിൻ്റെയും അവസ്ഥ. ബി ജെ പി ശക്തിപ്പെടുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് 19 എം പിമാരെ സമ്മാനിച്ച കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി.